നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരണം കോൺഗ്രസിന് കിട്ടിയെങ്കിലും പാർട്ടിക്കുള്ളിലെ അടിക്ക് കുറവൊന്നുമില്ല. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ KPCC പ്രസിഡന്റ് കസേര പിടിക്കാൻ 10 പേരാണ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. MP, MLA സ്ഥാനം കയ്യിലുള്ള മാന്യന്മാർക്ക് പോലും കസേര കൊതി തീരുന്നില്ല. ഇത്രയും വലിയ ചുമതലയ്ക്കൊപ്പം എങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെ ഇവർ ശക്തിപ്പെടുത്തുമെന്നൊന്നും ഇക്കൂട്ടർ ചിന്തിക്കുന്നില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെ മാത്രമല്ല, വർക്കിംഗ് പ്രസിഡന്റുമാർ, UDF കൺവീനർ തുടങ്ങിയ സ്ഥാനങ്ങളിലൊക്കെ പുതിയ മാന്യന്മാരെ കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ എന്നിവരൊക്കെ കസേര നോട്ടമിട്ട് വട്ടം കറങ്ങുന്നുണ്ട്. ഇവർ 3 പേരും MP-മാരാണെന്ന സാമാന്യ മര്യാദ പോലും ഇല്ലാതെ KPCC കസേര കൂടി കിട്ടുമോ എന്ന അത്യാഗ്രഹത്തിലാണ്. ഒരു ലോക്സഭാ മണ്ഡല പരിധി 200 കിലോമീറ്റർ വരെ നീളത്തിൽ കിടക്കുമ്പോൾ മണ്ഡലത്തിലെ പൊതുപരിപാടികൾക്ക് പോലും പങ്കെടുക്കുക പ്രായോഗികമല്ല. ഇതിനൊപ്പമാണ് ഡൽഹിയിൽ ലോക്സഭയും വികസന ആവശ്യങ്ങൾക്കുമായുള്ള യാത്രകളും. ഇപ്പോൾ കാര്യമായ പണിയും പദവിയും ഒന്നും ഇല്ലാത്ത ജോസഫ് വാഴക്കൻ, KC ജോസഫ്, MM ഹസൻ, MK രാഘവൻ എന്നിവരുടെ പേരുകൾ ഇക്കുറിയും ഉയരുന്നുണ്ട്. ജോസഫ് വാഴക്കൻ ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ 10,000 ഫ്ലെക്സും നോട്ടീസും അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നാട്ടകം സുരേഷ് സീറ്റുമായി പോയത്. അതോടെ വാഴക്കന്റെ കാശും പോയി, പദവിയും പോയി. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ കാസർഗോഡ് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങേരും ഒരു ലോക്സഭ അംഗമാണെന്ന്, നന്നായി പണിയെടുക്കേണ്ട ആളാണെന്ന് മറന്നാണ് പുതിയ പദവിയിൽ നോട്ടമിട്ടിരിക്കുന്നത്. KC ജോസഫും ഹസനുമൊക്കെ KPCC പ്രസിഡന്റായിട്ട് എന്ത് ചെയ്യാൻ എന്നതാണ് ചോദ്യം. ജനം മടുത്തവരും ജനത്തെ മടുപ്പിച്ചവരുമായി ഇവരൊക്കെ പണി നിർത്തി വീട്ടിലിരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ എന്നിവരുടെ പേരുകൾ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോട്ടമുണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുടെ താൽപര്യങ്ങളും പ്രസിഡന്റ് നിയമനത്തിൽ നിർണായകമാകും. AK ആന്റണി, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശശി തരൂർ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കൊടിക്കുന്നിൽ സുരേഷിനുണ്ടെന്നാണ് വിവരം. VD സതീഷിന്റെ പിന്തുണയും കൊടിക്കുന്നിലാണെന്നാണ് ഉള്ളറ വർത്തമാനം. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ് എന്നിവർ മന്ത്രിമാരായതിനെ തുടർന്നാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ OJ ജനീഷ് മന്ത്രിയായതിനെ തുടർന്നും പകരക്കാരനെ നിയമിക്കാനും സാധ്യതയുണ്ട്. സർക്കാരിനോട് ഏറ്റുമുട്ടാതെ സഹകരിച്ചു പോകുന്ന നേതൃത്വമായിരിക്കണം KPCCക്ക് എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. സർക്കാരുമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നാൽ ഭരണത്തെയും സംഘടനയെയും ബാധിക്കും. അതുകൊണ്ട് പ്രസിഡന്റിനെ നിയമിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താല്പര്യമുണ്ടെന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ആരും ഇതേവരെ സ്ഥാനത്തേക്ക് വന്നിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അവകാശം ഉന്നയിക്കുന്നത്. ആര് KPCC പ്രസിഡന്റ് ആയാലും കോൺഗ്രസിന് താഴെ തട്ടിൽ അടിത്തറ തീരെ കുറവാണ്. ലോക്സഭയിലും തദ്ദേശത്തിലും നിയമസഭയിലും UDF വൻ തിരിച്ചുവരവ് നടത്തിയത് കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ താല്പര്യം കൊണ്ടല്ല, മറിച്ച് LDFനോടും പിണറായി വിജയനോടുമുള്ള എതിർപ്പ് കൊണ്ട് മാത്രമാണ്. കേരളം കണ്ട ഏറ്റവും ധിക്കാരിയും അഹങ്കാരിയുമായ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ജനങ്ങളെ വെറുപ്പിച്ചതിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. അതേസമയം കോൺഗ്രസിലും UDFലും എന്നൊക്കെ അടി നടന്നിട്ടുണ്ടോ, അന്നൊക്കെ ജനങ്ങൾ സർക്കാരിന് തിരിച്ചടി നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല.